ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു വള കൊണ്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പം അതിനു വേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ളത് നല്ല കളർഫുൾ ആയിട്ടുള്ള വളകൾ, 2 കളറെങ്കിലും ചുരുങ്ങിയതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിവിടെ 2 കളർ വളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ പാകമാവാത്ത കുട്ടികളുടെ വളയൊക്കെ നല്ല പാകമാവാത്ത വളയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയിൽ ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാം. ഇതിന് ആകെ ആവശ്യമുള്ളത് ഒരു നൂലും കത്രികയാണ്. അപ്പം നൂല് സെലക്ട് ചെയ്യുമ്പോൾ വളയുടെ കളറിനോട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കളറ് നൂല് സെലക്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിത് ചുമരുമ്പോൾ തൂക്കുമ്പോൾ കറുത്ത നൂലൊക്കെയാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഈ കളറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കാണും ചുമരുമ്പോൾ തൂക്കുമ്പോൾ. അപ്പോൾ തൂക്കുമ്പോൾ കാണാത്ത രീതിയിലുള്ള ഏകദേശം മാച്ചിങ് കളറിലുള്ള നൂലെടുക്കുക. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം തന്നെ ഡിസൈൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചതിന് ശേഷം നൂല് അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ വള അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ സെയിം രീതിയിൽ കെട്ടുക. ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റത്തെ കെട്ട് കെട്ടിയിരിക്കുന്നത്. ആദ്യത്തെ 2-3 കെട്ട് നമ്മൾ ഒന്ന് കുറച്ച് പ്രാവശ്യം ചുറ്റി കെട്ടണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ആദ്യം കെട്ടിയത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ഇത് നന്നായി ചുറ്റി കെട്ടുക. അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളായി ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ചുറ്റിയിട്ടുള്ളതിൻ്റെ ചുറ്റഴിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഈ ആദ്യത്തെ 3 വള കെട്ടിയത് ഇത്തിരി നന്നായിട്ട് ചുറ്റിയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അത് എല്ലാം കെട്ടിക്കഴിയുമ്പോൾ ഇത്രയും ചുറ്റുള്ളത് അഴിച്ച് 1-2 കെട്ടായിട്ട് കെട്ടാം. ഇനി കെട്ടുമ്പോൾ ഒറ്റ നൂല് എടുത്തിട്ട് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ സാധാരണ കടുങ്കെട്ട് ഇടുന്ന പോലെ കടുങ്കെട്ട് ഇട്ടിട്ട് ആ കടുങ്കെട്ടിൻ്റെ മുകളിൽ ഒരു 2-3 പ്രാവശ്യം കൂടി കടുങ്കെട്ടിടുക. ഇപ്പം പച്ചവളയമൽക്ക് ഈ ഓറഞ്ച് വള ആദ്യം അങ്ങനെ കെട്ടിയതിന് ശേഷം മുൻപ് കെട്ടി വെച്ചിരിക്കുന്ന ഓറഞ്ച് വളയും ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഓറഞ്ച് വളയും രണ്ടും കൂടി കൂട്ടിക്കെട്ടണം. ഇപ്പം ഞാനിതൊരു ഫ്ലവറിൻ്റെ ഡിസൈനിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെയാണ് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ എൻ്റെ മോളുടെ പാകമല്ലാത്ത വളയാണത്. പൊട്ടിയിട്ടില്ല. പൊട്ടിയ വള ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൊട്ടാത്ത വള വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവൾക്കിത് പാകമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതുകൊണ്ട് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ട്, അതെൻ്റെ മോനാണ്, ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ട് അവളുടെ റൂമിൽ ഹാങ് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് ഫ്ലവർ ഡിസൈൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന നൂലിൻ്റെ വാലറ്റം അത്യാവശ്യം നന്നായി കടത്തി തന്നെ കട്ട് ചെയ്ത് കളയണേ. എൻ്റെ മോൻ അവിടെ നിന്ന് കളിക്കുന്നതാണ്. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവൻ എൻ്റെ അടുത്ത് നിന്ന് കളിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. നൂലിൻ്റെ അറ്റം കണ്ടില്ലേ? അപ്പം അത്യാവശ്യം താത്തി തന്നെ വെട്ടിക്കളയാം. കാരണം ചുമരുമ്പോൾ ഇത് നമ്മൾ തൂക്കുമ്പോൾ അത് കാണരുത്, നൂലിൻ്റെ അറ്റം കാണരുത്.
ഇനിയിപ്പോൾ ലാസ്റ്റത്തെ വള കെട്ടുമ്പോൾ അത് രണ്ട് സൈഡിലും കെട്ടണം. അപ്പോൾ അത് 3 കെട്ട് വരും ലാസ്റ്റത്തെ വള. അപ്പോൾ ഇത് ഫ്ലവർ ഡിസൈൻ ആയതുകൊണ്ട് ലാസ്റ്റത്തെ വള കെട്ടുമ്പോൾ 3 കെട്ട് വരും. അതായത് ആദ്യം നമ്മൾ വള പച്ചവളയായിട്ട് കെട്ടും, പിന്നെ മുൻപുണ്ടായിരുന്ന ഓറഞ്ച് വളയായിട്ടും, അതിന് ശേഷം ഫ്രണ്ടിലുള്ള ഓറഞ്ച് വളയായിട്ട്, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് 3 സ്ഥലത്തും കെട്ടണം, അല്ലെങ്കിൽ നിൽക്കില്ല അത്. അപ്പം ഇത്രയും വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസൈനായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിന് അടിയിലേക്ക് അതേപോലെ മുകളിലേക്കും ഓരോ പച്ചവള 2 ഓറഞ്ച് വളയുടെ സെൻറ്ററിൽ നിന്നായിട്ട് കെട്ടിയിട്ട് ആ ഡിസൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. കണ്ടില്ലേ? അപ്പം ഇത് ഇങ്ങനെ ഇടയിലേക്ക് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കെട്ടി നൂല് നന്നായി താത്തി കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഞാൻ ഈ സൈഡിലും ചെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് വളയും കൂടി കെട്ടി അതിൻ്റെ മുകളിലേക്ക്. അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും വെച്ചിട്ട് ഈ ഡിസൈൻ നിർത്തുകയാണ്. ഇത്രയായപ്പോൾ തന്നെ എൻ്റെ മോള് പറഞ്ഞത് നല്ല ഭംഗിയുണ്ട്, ഇത്ര മതി. അപ്പം അതുകൊണ്ട് ഇത്രയും വെച്ച് ഞാൻ ഈ ഡിസൈൻ നിർത്തുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പൊട്ടാത്ത വള വേണം. കുപ്പിവള ആയാലും കുഴപ്പമില്ല, പക്ഷേ ഡിസൈനുള്ള വളേനേക്കാളും പ്ലെയിൻ വളയാണ് കൂടുതൽ ഭംഗി. ഡാർക്ക് കളർ വളകളാണ് അതന്നെ നല്ല സൈറ്റ് ഉണ്ടാവുക. കാരണം മിക്കവാറും എല്ലാ വോളും ലൈറ്റ് കളറായിരിക്കുമല്ലോ. അപ്പം അതിനനുസരിച്ച് ഉള്ള കളർ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യുക. വോളുമ്പോൾ തൂക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഈ വോൾ ഹാങ്ങിങ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിത് വോളുമ്പോൾ തൂക്കട്ടെ.